ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പം ഗൈസ് അയൺ ഫാം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗൈസ്. നമ്മളെപ്പോഴും മൈനിങ്ങിന് പോയി അയണൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഗൈസ് അത് നല്ല ഇമ്പോസിബിൾ ആണ്. ഒരു ലാൻഡൻ ഉണ്ടാക്കാൻ തന്നെ ഒരു അയണൊക്കെ ആവശ്യമായിട്ട് വരും ഗൈസ്. സോ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അയൺ കിട്ടുന്ന ഒരു PPD ഉണ്ട് ഗൈസ്, നമുക്കത് ചെയ്യാം. സോ ഗൈസ് ആ പോകുന്ന 2 വില്ലേജസിനെ നമുക്കൊന്ന് കിഡ്നാപ്പ് ചെയ്യണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുവാണെങ്കിൽ ഗൈസ് ഒരു 8 അടി താഴ്ചയിൽ ഒരു കുഴി ഉണ്ടാക്കണം ഗൈസ്. അതിന് പറ്റിയ പ്ലേസ് നമ്മളൊന്ന് നിരപ്പാക്കി എടുക്കുന്നുണ്ട് ഗൈസ്. ഈ കുഴിക്കകത്ത് കയറുന്നതും ഇറങ്ങണമൊക്കെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയായതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പവഴി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ പോയി കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് ഒരു സൈഡിലായിട്ട് ഒഴിച്ച് വെച്ച് ഗൈസ്. അതിനകത്ത് ഊർന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങാനും കയറാനൊക്കെ പറ്റുമല്ലോ. ഇത്തിരി ഐക്യമൊക്കെ വെച്ച് കളിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മൈൻക്രാഫ്റ്റ് നമ്മളെ പണിഞ്ഞ് ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ ഒഴിച്ച വെള്ളമാണെങ്കിൽ ഐസായി മാറിയിട്ടുണ്ട്. ദെൻ അന്നത്തെ ദിവസമാണെങ്കിൽ ഞാൻ കുഴി ഉണ്ടാക്കി സമാധാനമായിട്ട് കിടന്നുറങ്ങി ഗൈസ്. ദെൻ രാവിലെ ആയപ്പോഴേക്കും കുറച്ചൊക്കെ ഇലകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചു. അത് മാത്രമല്ല ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാരണമാണെങ്കിൽ കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ മരിച്ചു പോയായിരുന്നു. സോ കുറേ പേർക്കൊക്കെ അത് വിഷമമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾ ആവശ്യമില്ലാതെ മൃഗങ്ങളെ കൊല്ലത്തില്ല ഗൈസ്. എല്ലാവരും നല്ല രീതിക്ക് പരിചരിക്കുന്ന ഒരു രാജാവായിട്ട് മാറുവാണ് ഗൈസ്. സോ ഗൈസ്, നമ്മുടെ പ്ലാൻ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില്ലേജേഴ്സിനെ കൊണ്ട് തന്നെ അയങ്കോലത്തെ ഉണ്ടാക്കിയിട്ട് അയങ്കോലത്തിനെ ഓട്ടോമാറ്റിക്കായിട്ട് കിൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന അയൺസും കാര്യങ്ങളും ശേഖരിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ ഗൈസ്, അതിന് നമുക്ക് 20 വില്ലേജസിന് ആവശ്യമുണ്ട്. ദെൻ ഇവർക്കൊക്കെ കിടന്നുറങ്ങാൻ വേണ്ടി 20 ബെഡും കാര്യങ്ങളും വേണം. അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ മരിച്ചു പോകുന്നതാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് കുറേ വൂളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഒരു ബെഡ് ഉണ്ടാക്കാൻ തന്നെ 3 വൂളൊക്കെ വേണം ഗൈസ്. സോ ഗൈസ്, അത് മാത്രമല്ല നമ്മളിപ്പോൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് നമ്മൾ ആടുകളെ ഒന്നും കൊല്ലാണ്ടാണ് വൂളും കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ പോണത്. ദെൻ കുറേ വൂളും കാര്യങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം ഇതൊക്കെ പിങ്ക് കളറാക്കി മാറ്റി ഗൈസ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡൈയും കാര്യങ്ങളൊക്കെ തീർന്നു പോയുണ്ട്. മറ്റേ ചെറി ബ്ലോസത്തിൻ്റെ നിലത്ത് കിടക്കുന്ന ഇലകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അത് ഡൈ ആക്കി മാറ്റിയതിന് ശേഷം വൂളും കാര്യങ്ങളൊക്കെ റോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ബെഡ് ഉണ്ടാക്കാൻ തുടങ്ങി ഗൈസ്. ദെൻ കുറച്ചധികം ഡേയ്സ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു ഗൈസ്, 20 എണ്ണം ഗൈസ്. അത് മാത്രമല്ല ഈ അയങ്കോലത്തിന് ഉണ്ടാക്കുന്ന വില്ലേജേഴ്സ് വേറൊരു ടൈപ്പാണ്. അപ്പോൾ ആ ഒരു വില്ലേജേഴ്സ് അതിനെ സാധാ ഒരു വില്ലേജറിനെ ആ ഒരു വില്ലേജറായിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ടേബിളും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കണം ഗൈസ്. സോ ആ ഒരു ടേബിൾ എന്തൊരു വൈറ്റ് കളറിലുള്ള സാധനമാണ്, ഫ്ലെക്സിങ് ടേബിൾ എന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ആ ഒരു ടേബിളാണ് ഈ വില്ലേജസിൻ്റെ അടുത്തുള്ളതെങ്കിൽ അവർ ആ ഒരു വില്ലേജറായിട്ട് മാറുന്നതാണ് ഗൈസ്. അവർ ആ പണിയിലോട്ട് മാറും. അത് മാത്രമല്ല നമുക്ക് ഈ ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സംഭവമൊക്കെ നമുക്ക് വെറുതെ കിട്ടത്തൊന്നുമില്ല. നമ്മൾ മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും. പക്ഷെ നമ്മൾ മുന്നേ എപ്പോഴോ മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോയപ്പം കുറച്ച് ഗ്രാവലും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ചെസ്സിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്. അപ്പം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആ ഗ്രാവലിൽ നിന്ന് തന്നെ ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ പറ്റുന്നൊരു ഐഡിയ ഉണ്ട്. അത് വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ അട്ടി ഇങ്ങനെ വെച്ചിട്ട് പോകണം. ദെൻ അത് തന്നെ പൊട്ടിച്ചെടുത്ത് നോക്കണം ഗൈസ്. അപ്പം നമുക്ക് മേ ബി ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് 2 or 3 കിട്ടിയേക്കാം. ദെൻ കിട്ടിയിട്ടില്ല എന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട. വീണ്ടും അത് പൊട്ടിക്കുക, എന്നിട്ട് വീണ്ടും നിരത്തി വെച്ചിട്ട് പോവുക. വീണ്ടും അതൊക്കെ പൊട്ടിച്ച് വീണ്ടും നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടും ഗൈസ് ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ ശേഖരിക്കാവുന്നുള്ളൂ. ദെൻ ഫ്ലെക്സിങ് ടേബിൾ ഉണ്ടാക്കാനായിട്ടും കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം അതും ഒരു 20 എണ്ണം ആക്കി മാറ്റി ഗൈസ്. ഇനി നമുക്ക് വേണ്ടത് 5:5 റേഷ്യോയിലുള്ള ഒരു വലിയ കുഴിയാണ്. ആ ഒരു കുഴിയാണെങ്കിൽ ഞാൻ നേരത്തെ കുഴി എടുത്തപ്പോൾ കുറച്ച് തെറ്റിപ്പോയായിരുന്നു ഗൈസ്. കുറേ വലുതായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കുഴപ്പമില്ല. നമ്മൾ ആദ്യം തന്നെ ഒരു 5 ബെഡും കാര്യങ്ങളൊക്കെ മേളിലും താഴെയൊക്കെ ആയിട്ട് വെക്കാൻ തുടങ്ങി ഗൈസ്. ദെൻ അതിന് മേളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഈ ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നടുക്കായിട്ട് നമ്മളൊരു ടോർച്ചും വെക്കുന്നുണ്ട് ഗൈസ്. ഈ ഒരു ടോർച്ച് വെക്കാനായിട്ട് ആരും മറന്നു പോരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു ടോർച്ച് വെച്ചില്ലെങ്കിൽ നമ്മൾ മേളിൽ ഒരു ഭാഗം അടയ്ക്കുന്നുണ്ട്. ഈ അടയ്ക്കുന്ന സമയത്ത് ഈ ഉൾഭാഗം മൊത്തം ഇരുട്ടായിരിക്കും. സോ ഇതിൻ്റെ ഉള്ളിൽ സോംബീസ് സ്പോൺ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സ്പോൺ ആയിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇതിൻ്റെ ഉള്ളിലുള്ള വില്ലേജേഴ്സൊക്കെ മരിച്ചു പോകും. ചില സോംബീസായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു ടോർച്ച് ഇതിൻ്റെ നടുക്ക് വെക്കേണ്ടത് നിർബന്ധമാണ്. സോ ഗൈസ് നമ്മുടെ ഒരു 20-30% കാര്യങ്ങളും ചെയ്ത് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വില്ലേജേഴ്സിനെയാണ് ഗൈസ്, അതും 20 പേര്. പക്ഷേ കോമഡി എന്താണെന്ന് പറയുമ്പോഴേക്കും ഗൈസ് നമ്മുടെ വില്ലേജിൽ ആകെ 2 or 3 വില്ലേജറേ ഉള്ളൂ ഗൈസ്. അതാണ് വലിയ ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട് ഗൈസ്. നമുക്ക് ആ 2 പേരെ ഏതെങ്കിലും 2 വില്ലേജസിനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം അവരെ ഈ കുഴി കൊണ്ട് ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവരെ ബ്രീഡ് ചെയ്യിപ്പിക്കാം ഗൈസ്. അങ്ങനെ കുട്ടികളുണ്ടായി ഒരു ദിവസം ഇവർ 20 പേരായിക്കോളും ഗൈസ്. ഇതാണ് നമ്മുടെ കുട്ടി പ്ലാൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഫസ്റ്റ് തന്നെ വീറ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. കാര്യം നമുക്ക് ബ്രെഡും കാര്യങ്ങളൊക്കെ വേണം. ഈ ബ്രെഡും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇവരെ. സോ അങ്ങനെ നമുക്ക് കിട്ടിയ വീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു ഗൈസ്. നമ്മൾ ഈ ഒരു വീറ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സീഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സീഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കുട്ടികൾക്കാണ് കൊടുത്തത് ഗൈസ്. നമ്മൾ വെറുതെ കൃഷി ചെയ്ത് ടൈം കളയാനൊന്നും നിന്നില്ല. അപ്പം അവരും ഹാപ്പി ആയിരിക്കും, ഞാനും ഹാപ്പി ആയിരിക്കും. ദെൻ ഗൈസ് ഒരു വില്ലേജറെ ഞാൻ അങ്ങോട്ട് നോട്ട വിട്ടു ഗൈസ്. ദെൻ ഒരു ബോട്ട് ഉണ്ടാക്കി അവൻ്റെ മുന്നിൽ അങ്ങോട്ടങ്ങ് വെച്ചു.
ദെൻ അവൻ ആ ബോട്ടിനകത്ത് ട്രാപ്പായി ഗൈസ്. ദെൻ ആ ബോട്ട് ഓടിച്ച് പോയത് ഞാനാണ് ഗൈസ്. അങ്ങനെ ആ ബോട്ടിലിരുത്തിയിട്ടാണ് അവൻ ആ കുഴി കൊണ്ടായിട്ടിട്ടത് ഗൈസ്. എന്ത് രസമല്ലേ ഗൈസ് ഇവനെ വെളിയിലിരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട്. അയ്യവാ ഗൈസ്, ഇവനെ താഴെ ഇറക്കാനായിട്ട് കുറച്ച് പാടുപെട്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. ദെൻ രണ്ടാമത്തെ വില്ലേജറിനെ കാണാനില്ല ഗൈസ്. ആകെയുള്ളത് ഒരു ഗ്രീൻ ഡ്രസ്സ് ഇട്ട ഒരുത്തനാണ്. അവനാണെങ്കിൽ പണിയൊന്നും എടുക്കത്തില്ല ഗൈസ് ഈ ഗെയിമിനകത്താണെങ്കിൽ. ഇനിയിപ്പോൾ ബ്രെഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുമോ എന്നുള്ള അതിനുള്ള കഴിവുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പോരാത്തിന് ഇവൻ ഈ ഒരു കുഴിയുടെ ഭാഗത്തൊന്നും വരുന്നില്ല, ഇവനിങ്ങനെ കറങ്ങി നടക്കുവാണ്. എവിടെയൊക്കെയാണ് പോണേ നോക്കുക ഗൈസ്. അങ്ങനെ എന്നെ ഒരു 2 ദിവസത്തേക്ക് ഇങ്ങനെ ഇവൻ്റെ പുറകെ ഓടിപ്പിച്ച് ലാസ്റ്റ് ഒരു ദിവസം എനിക്കങ്ങോട്ട് ദേഷ്യം വന്ന് ഞാനൊരു ബോട്ട് ഇട്ടിട്ട് ഇവൻ്റെ മേളിൽ കൂടെ ബോട്ട് ഓടിച്ചു പോയപ്പോഴാണ് ഗൈസ് ഇവനെ നമ്മൾ ട്രാപ്പാക്കി എടുത്തത്. ദെൻ അവനെയും കൊണ്ട് നമ്മളെ കുഴി കൊണ്ടുപോയി ചാടിപ്പിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബ്രെഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ആദ്യം വർക്കായില്ലേലും രണ്ടാമത്തെ ബ്രെഡ് കൊടുക്കലിൽ ഇവർ ലവൊക്കെ വന്ന് ആകെ ഒരു വേറെ വൈബിലോട്ട് എത്തി ഗൈസ്. എന്ത് പറയാനാ ഗൈസ്, ഇവർക്ക് വേറെ പെണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. സോ ഗൈസ്, നമ്മൾ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ ആദ്യത്തെ കുച്ചി ജനിച്ചിട്ടുണ്ട് ഗൈസ്. അതും നമ്മുടെ ഗ്രാമത്തിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞും ഇൻ ഫ്രണ്ട് ഓഫ് രാജാവ് ഗൈസ്. സോ ഗൈസ്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് 20 കുട്ടികൾ ഉണ്ടാക്കാനായിട്ട് ഇനി ഇഷ്ടംപോലെ ബ്രെഡും കാര്യങ്ങളും വേണമെന്ന്. നമ്മുടെ കയ്യിലാണെങ്കിൽ ടൈമും കാര്യങ്ങളും ഇല്ല. സോ ഞാൻ കണ്ട പുല്ലുകളും മരത്തിൻ്റെ സാപ്ലിങ്സും പൂക്കളൊക്കെ എടുത്തിട്ട് കമ്പോസ്റ്റിനകത്തിട്ടിട്ട് ഈ ഒരു ബോൺ മീലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഗൈസ് ഈ ഒരു ബീറ്റിങ് കാര്യങ്ങളൊക്കെ ഫോം ചെയ്തെടുത്തിട്ട്. അത് മാത്രമല്ല, ഈ ഇടയ്ക്കാണ് ഞാനും അറിഞ്ഞത് നമ്മുടെ മറ്റേ ആ വെള്ളത്തിനകത്ത് കിട്ടുന്ന ഇലയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഗൈസ്, നമ്മൾ മറ്റേ ഫോയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ആ ഒരു സംഭവം വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ബോൺ മീലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗൈസ്. അങ്ങനെയാണ് ഗൈസ് ഞാൻ ബ്രെഡും കാര്യങ്ങളൊക്കെ വീണ്ടും കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഡേ ബൈ ഡേ ഞാൻ കുറേ കുട്ടികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഗൈസ് ഇത് കുറേ പണിപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ചെയ്തെടുത്തത്. ദെൻ ഗൈസ് എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഡാർക്കോക്ക് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. വെട്ടി മരവും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് കിട്ടുന്ന സാപ്ലിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെസ്റ്റ് ഉണ്ടാക്കി തന്നെ ശേഖരിക്കാനും തുടങ്ങി. പോരാത്തിന് അവിടെ തന്നെ നട്ടും വയ്ക്കാൻ തുടങ്ങി. പോരാത്തിന് വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഞാനിപ്പം പണ്ടത്തെ പോലെയൊന്നുമല്ല, നമ്മളിപ്പം സോംബിയുടെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ തിന്നിട്ടാണ് ഗൈസ് ജീവിക്കുന്നത്. നമ്മളിപ്പോൾ വേറെ മൃഗങ്ങളൊന്നും കൊല്ലാറില്ലല്ലോ ഗൈസ്. അത്രയും പാവപ്പെട്ടവനായി ഈ രാജാവ്. ഇനി നിങ്ങളൊക്കെ ഈ ഗെയിമിനകത്ത് കയറി വന്നിട്ട് വേണം ഈ രാജാവിന് എന്തെങ്കിലും തിന്നാനുണ്ടാക്കി തരാനായിട്ട്. അങ്ങനെ കുറച്ചധികം കാത്തിരുന്നിട്ടാണെങ്കിലും ഗൈസ് 20 വില്ലേജറിനെയൊക്കെ സെറ്റാക്കി ഗൈസ്. പോരത്തിന് അവർ വളർന്ന് വരാനായിട്ട് കുറേ ടൈം എടുത്ത്. നമ്മളവിടെ AFK ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നതാണ് ഗൈസ്. അപ്പോൾ കുറേ നേരം നിന്ന് നോക്കിയിട്ടും ഗൈസ് ഗോലം ഉണ്ടാവുന്ന കാണാനില്ല ഗൈസ്. പിന്നെ എനിക്ക് ആകെ വിഷമമായി, എന്തോ കുഴപ്പമുണ്ട്, ഇങ്ങനെയൊന്നുമല്ല സത്യത്തിൽ അത് വർക്കാവേണ്ടിയാണ്. പിന്നെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഗൈസ് ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുത്തൻ അവിടെ നിൽക്കുന്ന ഗൈസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഡൗട്ട് തോന്നിയിട്ട് ചുമ്മാ അവനെ ഒന്ന് ഇടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഗൈസ് അവനാണ് ഗോലം ഗൈസ്. ദെൻ ഗൈസ് ഇവനാണെങ്കിൽ എന്നെ ഓടിച്ചിട്ടടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ കുറച്ചങ്ങ് മാറി നിന്നിട്ട് 3 ബ്ലോക്കൊക്കെ ഇട്ട് മേളിൽ കയറിയിട്ട് ഇവനെ ആസ്വദിച്ച് തല്ലിക്കൊന്നു ഗൈസ്. അങ്ങനെ ആദ്യത്തെ നമ്മുടെ 5 അയൺ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ദെൻ ഇപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഗോലത്തിനെ നമ്മൾ കൊന്നില്ലേ, ഇനി ഗോലമൊന്നും ഇല്ലല്ലോ എന്ന്. ഗൈസ് നമ്മൾ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ വില്ലേജസിനെയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചെങ്ങനെ അവന്മാർ അടുത്ത ഗോലത്തിനുണ്ടാക്കി കോളും ഗൈസ്. കുറച്ചൊക്കെ സന്തോഷമായെങ്കിലും ഗൈസ് എനിക്കൊരു വിഷമമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോലം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച കുഴിയുടെ ഉള്ളിൽ വന്ന് സ്പോൺ ആവുന്നില്ല ഗൈസ്. എന്നാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ അയൺ ഗോലത്തിനെയൊക്കെ കൊന്നിട്ട് അതിൻ്റെ അയണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഗൈസ് നിങ്ങൾക്ക് ഈ ഗോലം ആരെന്നറിയത്തില്ലെങ്കിൽ ഗൈസ് ഈ അയൺ ഗോലം എന്ന് പറയുന്നത് വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ വില്ലേജസ് ഉണ്ടാക്കി വിടുന്ന ഒരു സംഭവത്തിനെയാണ് ഈ അയൺ ഗോലം എന്ന് പറയുന്നത്. സോംബീസോ മറ്റാരെങ്കിലോ ഈ വില്ലേജസിനെ തൊടാനോ അടിക്കാനോ ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് ഈ ഒരു അയങ്കോലം വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും ഗൈസ്. ഇനിയാണ് കഥ തുടങ്ങണത്. ഈ സോംബി വർഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ ഞാൻ ഗുണ്ടകളായിട്ടാണ് ഇത് കാണുന്നത്. കാര്യം നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തില്ലെങ്കിലും അവർ ഇങ്ങോട്ടും ഒന്ന് ഉണ്ടാക്കിയിട്ട് പോകും ഗൈസ്. സോ നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ അപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീടുണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥലം മൊത്തം ഒരു ചെറിയ അനിമൽ ഫാം ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് പ്ലാൻ ഗൈസ്. ചുമ്മാ കുറേ മരങ്ങളും കോപ്പുകളൊക്കെ ഇങ്ങനെ പെട്ടിയായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനും താല്പര്യമില്ല ഗൈസ്, എനിക്കത് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. സോ നമ്മൾ നല്ലൊരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ നോക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഓരോ ബാരലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഓരോ അടയാളമൊക്കെ വെച്ച് നമ്മളൊരു വലിയ പ്ലാൻ ഉണ്ടാക്കിയെടുത്തു ഗൈസ്. ആദ്യം തന്നെ അടയാളം വെച്ചതിന് ശേഷം നമ്മൾ ബാരലും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ വെച്ചുകൊണ്ട് പോയത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് വെക്കാൻ പറ്റും ഗൈസ്. ദെൻ ഗൈസ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും തീരെ ഇല്ല. ഇടത്തിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കുക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോയിലും കാര്യങ്ങളൊക്കെ തീർന്നു പോവുകയാണ്. കത്തിക്കാനായിട്ട് നമ്മൾ മരമൊക്കെയാണ് ഗൈസ് ഇരുന്നത്, അതൊക്കെ ഭയങ്കര ദുരന്തമാണ്. ദെൻ നമ്മൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് വിചാരിച്ച് നമ്മളൊരു ക്യാമ്പ് ഫയർ അങ്ങോട്ട് ഉണ്ടാക്കി ഗൈസ്. ദെൻ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് സൈഡിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് കുക്കായിട്ട് കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ അതാണെങ്കിൽ നമ്മൾ ഫോയിൽ പോലും ഇട്ട് കൊടുക്കേണ്ടത്, അത് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. സോ ഗൈസ് നമ്മൾ നമ്മുടെ ഐക്യു യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് കുറേ സ്ഥലത്ത്. സോ ഗൈസ് നമ്മൾ വെറും പൊട്ടറ്റ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ജീവനെ കൂടത്തുള്ളൂ ഗൈസ്. നമ്മുടെ ജീവനല്ല. അപ്പോഴത്തേക്കും നമ്മൾ
കുക്ക് ചെയ്ത പൊട്ടറ്റയാണ് കഴിക്കുന്നത് ഗൈസ് ഇപ്പം. അതുകൊണ്ട് കുറച്ചധികം ഹങ്കർ കൂടുന്നതാണ് ഗൈസ്. പോരാത്തിന് ഗൈസ് ഈ ഒരു ബിൽഡ് ഉണ്ടാക്കുന്ന വീഡിയോ തന്നെ കുറേ ടൈം എടുക്കുന്നുണ്ട് ഗൈസ്. ഇതെങ്ങനെ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും സർവൈവിൽ കളിക്കുന്നവരാരും ഇങ്ങനെ ബിൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊന്നും കാണിക്കുന്നില്ല. എനിക്ക് കാണിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല, ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായി പോകും. എന്തോരം നേരം എന്ന് വെച്ചാൽ കാണിക്കുക ഗൈസ്. 10-12 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ബോറടിച്ച് മണ്ടനാവും ഗൈസ്. ഒന്നും മനസ്സിലാവത്തൂല ചുമ്മാ. സോ ലെങ്ത് ആവണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന പോർഷനും കാര്യങ്ങളൊന്നും ആടാക്കിയിട്ടില്ല ഗൈസ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നാണെങ്കിൽ നമ്മളിനി അടുത്ത കൊട്ടാരം കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കാൻ പോണത് ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ ആടാക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഇതിനകത്ത് കൂടുതൽ മരത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ആടാക്കിയിട്ടുള്ളത്. സോ നമ്മൾ കുറേ മരം മുറിച്ചിട്ടുണ്ട്, ഉണ്ടാക്കുകയും മരം മുറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു നല്ല ട്രേഡും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു. 5 എമറാൾഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഇന്ന് വരെ കാണാത്ത ഏതോ ഒരു മരവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അതെങ്ങനെ വളരുന്നൊന്നും അറിയാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫാമിൻ്റെ സൈഡിലായിട്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ് നമുക്കിനി ഫാമിന് ഇനിയും കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാനുണ്ട്, തറ നേരാക്കാനുണ്ട് ഗൈസ്. അങ്ങനെ അതിൻ്റെ ചുറ്റുവട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാനുള്ളതാണ് ഗൈസ്. അതുമാത്രമല്ല ഈ ഒരു ഫാമിനകത്തൊരു 3 ടൈപ്പ് മൃഗങ്ങളെ മാത്രമേ വളർത്താൻ പറ്റത്തുള്ളൂ ഗൈസ്. വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് തന്നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ 2-3 മൃഗങ്ങളെയും കൂടി ആടാക്കാൻ പറ്റും ഗൈസ്. അത് മാത്രമല്ല നമ്മുടെ കോഴികളാണല്ലോ ആദ്യം തൊട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. സോ അവരെ തന്നെ നമുക്ക് ഈ ഫാമിനകത്ത് കയറ്റിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു. പതിയെ കഥയൊക്കെ പറഞ്ഞ് കുണിങ്ങുകയാണെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ ആ വീടിനകത്തോട്ട് ഫാമിനകത്തോട്ട് കയറ്റാനായിട്ട് പോകുമ്പോഴേക്കും ഗൈസ് ഒരു കടയാടി മോനിങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ എൻ്റെ അടുത്തുള്ള കോഴികളെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ മരിച്ചു പോകാണ്ടിരിക്കാനായിട്ട് ഷീൽഡ് പിടിച്ചിട്ട് അവനെ ഫയർ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ഗൈസ് അവൻ പൊട്ടിത്തെറിച്ചു ഗൈസ്. അവൻ എൻ്റെ സ്ഥലം നശിപ്പിച്ചു ഗൈസ്. പോരാത്തതിന് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് നല്ല വിഷമവും കാര്യങ്ങളുണ്ട്. പോരാത്തതിന് എനിക്ക് ഏറ്റവും വിഷമമുള്ളത് ഗൈസ് ഒരു കോഴീനെ പോലും വെറുതെ വിട്ടില്ല ഗൈസ്. എല്ലാ കോഴികളും മരിച്ചുപോയി ഗൈസ്. ഗൈസ് ഇത് എസ്രാ ലല്ലുവിൻ്റെ അഭിമാന പ്രശ്നമാണ്. ഞാൻ ഇതുവരെയായിട്ട് ഒരു ഗെയിമിനകത്ത് ഇങ്ങനെയൊന്നും സംഭവിപ്പിച്ചിട്ടില്ല. പോരാത്തതിന് ഇതെന്നെ ചൊറിഞ്ഞ് വന്ന് പണിഞ്ഞാണ് ഗൈസ്. ഇതിനുള്ളത് ഞാൻ കൊടുത്തില്ലെങ്കിൽ ഗൈസ് പിന്നെ ഞാൻ ഡ്രാഗൺ വാരിയർ എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ട് കാര്യമില്ല. ഇത് പറയണത് വേറെ ആരുമല്ല, ഈ ഗ്രാമത്തിൻ്റെ രാജാവ് ആയ ഡ്രാഗൺ വാരിയർ തന്നെയാണ് ഗൈസ്.